ചേതിരാജ്യത്തെ അല്ലെങ്കിൽ ചേതിരാജ്യത്തിലുണ്ടായിരുന്ന ഒരു രാജാവാണ് ഉപരിചര വസു എന്ന് അറിയപ്പെടുന്ന ഉപരിചര വസു എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഗിരിയ. മൂന്നാലഞ്ച് കുട്ടികളൊക്കെ ഉണ്ടായി. അവർക്കെല്ലാം രാജ്യങ്ങളിലേക്ക് വിരിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഗിരിക ഋതുകാലം കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഭർത്താവിനോടൊപ്പം ഒന്ന് രമിക്കണം എന്നവർക്ക് തോന്നി. പക്ഷേ അതിന് സാധ്യമായില്ല. കാരണം പിതാവിൻ്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് വനത്തിലേക്ക് പോകേണ്ടി വന്നു. എന്തെല്ലാം ഉണ്ടായാലും അച്ഛൻ്റെ വാക്കുകളെ നിഷേധിക്കാൻ പാടില്ല എന്നാണ്, അല്ലെ അത് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അത് മറ്റെന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും പിതാവ് പറയുന്ന കാര്യത്തെ അനുസരിച്ച് അത് സാധ്യമാക്കി കൊടുക്കേണ്ടത് ഒരു പുത്രൻ്റെ ധർമ്മമാണ്, പിതാവിൻ്റെ മാത്രമല്ല മാതാവിൻ്റെ. അച്ഛനും അമ്മയ്ക്കും സങ്കടം വരുത്തിയിട്ടുള്ള മക്കളൊന്നും മക്കളല്ല. ദശരഥ ഭൂപന്റെ മരണത്തിന് കാരണമായത് രാമനെ ഓർത്തുള്ള ദുഃഖമാണ്. അതാണ് പിള്ളേർ. ഇന്നലെ അവരോട് പറഞ്ഞതേ ഉള്ളൂ, വന്ന് ഫ്രണ്ട് ചെയ്യണം പറയുന്ന കസേര ഫ്രണ്ട് വന്നു. ഞാൻ വിളിക്കണം. അപ്പോ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? പിതാവ് കൊടുത്ത വാക്ക് സത്യമാക്കാൻ, തനിക്ക് അവകാശപ്പെട്ടതായിരിക്കുന്ന സർവസ്വം ഉപേക്ഷിച്ചുകൊണ്ട് വനത്തിലേക്ക്. മാതാപിതാക്കന്മാരുടെ വാക്കുകളെ നിഷേധിക്കുകയോ അവരെ അനുസരിക്കാതെയോ അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരുത്തുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ ഒന്നും മക്കളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല, നികൃഷ്ട ജന്മങ്ങളായിട്ട് കാണണമെന്നാണ്. പുത്രൻ എന്ന് പറയുന്നത്, അല്ലെ പുത്രി എന്ന് പറയുന്നത്, പുണ്യാകമാകുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. പിതാവിനെ അല്ലെ പിതൃക്കളെ നരകത്തിൽ നിന്ന് ഇവിടെ ഇവിടെ ഇതുവഴി വരുന്നു. പോയി എന്നെ ഇവിടെ ഇവിടെ വരുന്നു, ഇവിടെ വന്നു ഇങ്ങനെ പോയി പോവാം. അതങ്ങനെ പോവാം. സാമ്പ്രാണി തീർക്കാൻ പോലെ ഞാൻ വിളിച്ചാൽ എന്നെ അവിടേക്ക് വിളിച്ചാൽ പക്ഷെ കഴിഞ്ഞു. ഒത്തിരി ചിത്രം പഠിക്കാനുണ്ട് നിങ്ങൾ. അതെന്നെക്കാൾ പേടിച്ചു പോയത് അപ്പുറത്ത് എനിക്കറിയാം. അപ്പോ അതുകൊണ്ട് പിതാവിൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ട് രാജ്യത്തിലെ പ്രജകൾക്ക് ദുഃഖമുണ്ടാക്കുന്ന ദുഷ്ടമൃഗങ്ങളെ ഇല്ലാതെയാക്കാനായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി. അത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് ചില ദുഃഖമുണ്ടാക്കി. അപ്പൊ ചോദിക്കും, ഭാര്യയോട് ധർമ്മമില്ലേ? ഉണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും പിതാവിൻ്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കണം. മാതാവിൻ്റെയും പിതാവിൻ്റെയും വാക്കുകൾക്ക് വേണം ആദ്യത്തെ പ്രാധാന്യം കൊടുക്കാൻ. അത് കഴിഞ്ഞാണ് ഭാര്യ വന്നതും ഭർത്താവ് വന്നതൊക്കെ. പിന്നെ ഞാനിടയ്ക്ക് പറയാറുണ്ട്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വാക്കുകൾക്കൊക്കെ, അച്ഛൻ്റെയും അമ്മയ്ക്കും വാക്കുകൾക്കൊക്കെ വില കൊടുക്കണം. എങ്കിലും തൻ്റെ ജീവിതത്തെ ഇല്ലാതെയാക്കുന്നതാണ് ആ വാക്കുകളെങ്കിൽ അതിനെ ഉൾക്കൊള്ളേണ്ടതായ ഒരു ആവശ്യകതയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലുണ്ടാവും. ഇപ്പൊ വിവാഹമൊക്കെ കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ അവിടെ മാതാപിതാക്കന്മാരുടെ വാക്കുകൾ കൊണ്ട്
കൊണ്ട് തൻ്റെ ജീവിതം കുഴപ്പമാവും എന്ന് തോന്നുന്നതാണെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ട കാര്യമില്ല. എല്ലാ അച്ഛനമ്മമാരുടെ വാക്കുകളും അല്ലെങ്കിൽ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും തൻ്റെ ജീവിതത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം അത് ചെയ്യാൻ. തൻ്റെ ജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന വാക്കുകളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ ദോഷമുണ്ടാകുന്നതല്ല എങ്കിൽ അതിനെ സ്വീകരിക്കുക തന്നെ വേണം, തള്ളിക്കളയാൻ പാടില്ല. അവിടെ ഭാര്യയുടെ വാക്കുകൾക്ക് പ്രാധാന്യമില്ല. അവിടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ വാക്കുകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. പക്ഷേ തൻ്റെ ജീവിതത്തെ തകർന്ന്, ഇപ്പോൾ പല പെൺകുട്ടികളുടെയും ജീവിതം തകർന്നു പോകുന്ന ഈ അമ്മമാരുടെ പ്രശ്നമാണ്. കണ്ടിടത്തോളം പല പെൺകുട്ടികളുടെയും ജീവിതം തകർന്ന ഈ പെൺകുട്ടികളുടെ അമ്മമാർ തന്നെ വേണ്ടാത്തെല്ലാം കുരുപ്പി കൊടുത്ത് അവസാനം രണ്ട് പാത്രമായി കഴിയുമ്പോൾ സമാധാനമായി. അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട്. എന്നെ തല്ലി കൊല്ലാനൊന്നും പറയരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു ശതമാനം പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം തകർത്തത് ആ പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാർ തന്നെ. അവരുടെ വാക്ക് കേട്ട് തുള്ളാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്നത് അരിപ്പണമാവുകയും ചെയ്യും. അമ്മയ്ക്ക് സന്തോഷമായി, മക്കളിന് പോയി അടുത്തേക്ക് നമുക്ക് തപ്പാന്ന് പറയണം. എന്നിട്ട് അടുത്തേക്ക് ഇതുപോലെ ആക്കിയെടുക്കും അവിടെ കുഴപ്പം. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും മാവരുത്. ഒരു കുഞ്ഞിനെ ജീവിക്കാനായിട്ട് പറഞ്ഞു വിട്ടാൽ അവരുടെ ജീവിതത്തിലേക്ക് പിന്നെ പരമാവധി കൈ കടത്താതെ ഇരിക്കാൻ, അവരായി അവരുടെ പാടായി അവരെ ജീവിക്കാൻ വിടുക. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. അത്ര വലിയ തെറ്റുകളൊക്കെയാണ് വരുന്നതെങ്കിലൊക്കെ അതിനകത്ത് ഇടപെട്ട്. പിന്നെ ഞാൻ ഇപ്പോഴത്തെ പെമ്പിള്ളാരോട് പറയാറുണ്ട്, ഒരു കാരണവശാലും നിങ്ങളുടെ അമ്മമാരെ നിങ്ങളുടെ ജീവിതത്തിൽ കൈകടത്താൻ അനുവദിക്കരുത്. അനുവദിച്ച് പോയാൽ അത് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം കൊണ്ട് ഡൈവേഴ്സെ കൊണ്ടുപോകും. എന്താ നിങ്ങളെന്നെ നോക്കിപ്പിടിക്കുന്നത്? നമ്മുടെ ശരിയായിരിക്കും. എന്നാൽ ഒരു ശതമാനം, നല്ലൊരു ശതമാനം ഈ സീരിയൽ കണ്ട് ഈ കുശുമ്പും ഇല്ലായ്മ പിടിച്ചതാന്ന് തോന്നി. ഇതിൽ ഓരോ കുടുംബവും ഇല്ലാതാകുന്നത് കൊണ്ട് പരമാവധി എന്ത് കാണാതിരിക്കുക. ഒത്തത് തന്നെ ഇല്ലേ? അത് ഞങ്ങള്. അപ്പോ ഇവിടെ പിതാവിൻ്റെ വാക്കുകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, കാരണം അത് രാജ്യത്തിലെ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭാര്യയുടെ ആഗ്രഹത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പിതാവിൻ്റെ വാക്കുകൾക്കായതുകൊണ്ട് പിതാവിൻ്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം മനസ്സിലേക്ക് പോയി. പക്ഷേ പോയ വഴിക്കും അദ്ദേഹത്തിനും മനസ്സുകൊണ്ടൊരു വ്യതയുണ്ടായി. തൻ്റെ ഭാര്യയുടെ ആഗ്രഹത്തെ സത്യമാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഭാര്യയെ ഓർത്തോർത്തിരുന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ വികാരം ഉണർന്ന് സ്ഖലനമുണ്ടായിരുന്ന ആ വീര്യം പാഴാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം അതൊരു ഇലക്കുമ്പിളിലെടുത്ത് കഥയിൽ ചോദ്യമൊന്നുമില്ല. അതിനകത്ത് ഒഴിക്കേണ്ട അമ്മായി ഇനി അതിനകത്ത് ഒഴിക്കേണ്ട അവിടെ വെച്ചു. അത് തുളുമ്പി ആ പാത്രത്തിൽ വെച്ചേക്കും. എണ്ണ ആ പാത്രം എണ്ണ പിടിക്കും. ആ വീര്യം പാഴാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് ഒരു ഇലക്കുമ്പിളിലെടുത്ത് സൂക്ഷിച്ചു അദ്ദേഹം. കഥയിൽ ചോദ്യമില്ല. അപ്പോഴാണ് അതുവഴി പരുന്ത് പോണത് കണ്ടു. പരുന്തിനോട് പറഞ്ഞു, ഈ വീര്യം എൻ്റെ ഭാര്യയുടെ അടുത്തെത്തിയാണ്. പരുന്തിന് മനുഷ്യൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വെച്ചാൽ വിളിക്കാൻ കൊള്ളാം. പരുന്തെന്തായാലും മതം സ്വീകരിച്ചുകൊണ്ട് ഉപരിചരന്റെ ഭാര്യയായ വിരലിയുടെ അടുത്തേക്ക് യാത്രയായി. പോണ വഴിക്ക് മറ്റു ചില പരുന്തുകൾ കണ്ടു ഈ പരുന്ത് പോണത്. അപ്പൊ ചുണ്ടിലെന്തോ ഒന്ന് ഇരിക്കണത് കണ്ടു. മാംസകഷ്ണമാണെന്ന് വിചാരിച്ചു എന്ത് ചെയ്തു? ബാക്കിയുള്ള പരുന്തെല്ലാം കൂടി ഇതിനെ ആക്രമിച്ചു. ചുണ്ടിലുണ്ടായിരുന്ന ഈ ഇലക്കുമ്പിലുണ്ടായ വീര്യം താഴേക്ക് അതൊരു നദിയിലാണ് ചെന്ന് പതിച്ചു. അവിടെ ഒരു മത്സ്യം ഉണ്ടായിരുന്നു. ഈ മത്സ്യം അതിനെ വിഴുങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, മത്സ്യം ഗർഭിണിയായില്ല. ഈ മത്സ്യത്തെ അവിടുത്തെ ഒരു മുക്കുവന് കിട്ടി. അദ്ദേഹം കൊണ്ടുവന്ന്
ഇതിനെ കീറി നോക്കിയപ്പോൾ 2 മനുഷ്യക്കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. നിയമം അനുസരിച്ച് വിശിഷ്ടമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ രാജാവിനെ ഏൽപ്പിക്കണമെന്ന്. അതുകൊണ്ട് നേരെ 2നെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? രാജാവിൻ്റെ അരികിലേക്ക് കെട്ടി. രാജാവ് ആൺകുട്ടിയെ സ്വീകരിച്ചു, പെൺകുട്ടിയെ ഈ ദാസന് വളർത്താനായിട്ട്. ഇല്ല, മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്ത് മത്സ്യത്തിൻ്റെ ഗന്ധമുണ്ടായി. അങ്ങനെ മത്സ്യഗന്ധി എന്നൊരു പേരുണ്ട്. വേറൊരു പേരുണ്ടായിരുന്നു കാളി. കറുത്ത നിറമായതുകൊണ്ട് അവളെ കാളി എന്ന് പലരും വിളിച്ചു. അങ്ങനെ ഈ ദാസന്റെ കൂടെ ജീവിക്കുന്ന കാലത്താണ് പെൺകുട്ടി വളർന്നു, യൗവനയുക്തയായി. കാണാൻ സുന്ദരിയാണ്, പക്ഷേ കറുത്ത നിറമാണെന്നേ ഉള്ളൂ. കറുപ്പത്ര മോശമുള്ള കളറൊന്നും കറുപ്പിനുമുണ്ട് 7 അഴക്. അതുകൊണ്ടാണല്ലോ കൃഷ്ണനെ എല്ലാവരും ഇഷ്ടപ്പെട്ടത്. കൃഷ്ണന്റെ നിറം എന്താ? എന്തോ കൃഷ്ണന്റെ നിറം? അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അത്ര പരിചയമില്ല. ഭഗവാൻ കൃഷ്ണന്റെ നിറം എന്താന്നാ പറയണേ? കരിവണ്ടിന്റെ കളറാന്നാ. കാളിയുടെ നിറം എന്തുവാ? കറുപ്പ കാളിയുടെ. നമ്മളെല്ലാം നീല കഴിക്കാത്ത കാണിക്കണം. നമുക്ക് കറുപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ നീലയൊക്കെ പോയി കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. പോട്ടെ. എന്തായാലും അങ്ങനെ ഈ ദാസന്റെ വീട്ടില് കുടിലിൽ ഇങ്ങനെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട്. എന്താ? മീൻപിടുത്തം മാത്രമല്ല, വള്ളത്തിന് ആളിനെ നടിയിൽ അക്കരെ ഇക്കരെ കടത്തുന്ന ഒരു സ്വഭാവമല്ല, ജോലിയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടിക്കൊണ്ടാണ് ജീവിതം കഴിഞ്ഞു പോണത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരാശരൻ എന്ന് പറയുന്ന മുനിശ്രേഷ്ഠൻ ഈ നദിയുടെ മറുകര കിടക്കാനായിട്ട് വന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് പുത്രിയായ മത്സ്യഗന്ധിയോട് പറഞ്ഞു, പുത്രി, നീ എന്ത് ചെയ്യുക? ആ ഋഷിവര്യനെ ആ നദിക്ക് അക്കരെ ഒന്ന് കടത്തണം. അന്നം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് വന്നാലും അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല. എഴുന്നേറ്റ് പോയാൽ പിന്നെ അന്നം കഴിക്കാനും പാടില്ല. അതുകൊണ്ടല്ലേ നമ്മളത് എടുത്തോണ്ടങ്ങ് പോകണേ, അല്ലേ? അത് കയ്യിൽ പിടിച്ചോണ്ട് നമ്മളങ്ങ് പോകും. ആരാന്ന് പാടില്ല. അപ്പോൾ അതുകൊണ്ട് പുത്രിയോട് പറഞ്ഞു, പുത്രി, നീ തന്നെയല്ലേ ഋഷിവര്യനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ആ മറുകരെ ഒന്ന് കടത്തിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ മത്സ്യഗന്ധി ഈ പരാശര മുനിയെയും കൊണ്ട് വള്ളത്തിലേറി നദിയുടെ ഏതാണ്ട് മധ്യഭാഗം എത്തിയപ്പോൾ എന്തുകൊണ്ടോ പരാശര മുനിക്ക് ഒരു കാമവികാരം ഉള്ളിലുണ്ടായില്ല. ഈ മീന നാറ്റമൊക്കെ ആയിട്ടും ഒന്നും നോക്കിയില്ല. മത്സ്യഗന്ധിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. മത്സ്യഗന്ധി പറഞ്ഞു, പാടില്ല, ഇത് അങ്ങൊരു മുനിയാണ്. ഈ നാറുന്ന ശരീരത്തോട് ഇത്രമാത്രം കാമം തോന്നാൻ എന്താണ് കാരണം? അതുകൊണ്ട് അങ്ങ് ഈ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞു. അദ്ദേഹം പിടിവിട്ടു. പക്ഷെ എന്നിട്ടും പറ്റണില്ല. കുറച്ചുകൂടി പോയപ്പോൾ വീണ്ടും കടന്നു പിടിച്ചു. പറഞ്ഞു, നദിയുടെ മധ്യഭാഗമാണ്, ഒന്ന് മറുകര എത്താനുള്ള സമാധാനം കാണില്ലേ? അങ്ങനെ മറുകര എത്തിക്കഴിഞ്ഞപ്പോ വീണ്ടും കാമത്തെ അടക്കാൻ കഴിയാതെ പരാശര മുനി മത്സ്യഗന്ധിയെ പിടിച്ചപ്പോ മത്സ്യഗന്ധി പറഞ്ഞത് പാടില്ല. നാട്ടുകാരൊക്കെ കാണും പകലാണ്. തന്നെയല്ല,
ഈ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള ഈ ശരീരത്തോട് ഇത്രമാത്രം ആർത്തി ഉണ്ടാവാൻ എന്താണ് കാരണമാണെങ്കിൽ? പരാശരമണി പറയുകയും മത്സ്യഗന്ധി ഇതൊരു നിയോഗമാവാം. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ അനേകം സുഗന്ധപൂരിതമുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, സുന്ദരികളെ കണ്ടിട്ട് ആരോടും തോന്നാത്ത ഒരു വികാരമാണ് നിന്നോട് എനിക്ക് തോന്നുന്നത്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയോഗമാവാം. ഇപ്പൊ പറഞ്ഞു, ഈ ശരീരത്തിൻ്റെ ആ ഒരു മത്സ്യത്തിൻ്റെ നാറ്റം അതങ്ങൾക്ക് മടുപ്പ് തോന്നില്ലേ? നമ്മൾ കഴിക്കാറുണ്ട്, മനസ്സിലേ കഴിയില്ലേ? കൈ കഴുകാതെ മണത്ത് നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ മത്സ്യം മേടിക്കും, വൃത്തിയാക്കും, കഴിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ സോപ്പിട്ടൊന്നും കഴുകാതെ കുറെ കഴിയുമ്പോൾ വളർത്തിട്ട് പറയും, ഓ ഇത് നാട്ടിൽ സഹിക്കാൻ പറ്റില്ല, പിന്നെന്തേലും കുഴപ്പമില്ലായിരുന്നു ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? അപ്പോൾ ആ ഗന്ധം നമുക്ക് സഹിക്കാൻ കഴിയില്ല. പറഞ്ഞു, മത്സ്യഗന്ധോ പ്രശ്നമെന്ന് നീ വിഷമിക്കണ്ട, ഇതാ ഇപ്പൊ നിനക്ക് എന്ത് ചെയ്തു തരാം, കസ്തൂരിയുടെ ഗന്ധമാക്കി തരാന്ന. വേഗം തന്നെ പരാശരൻ അനുഗ്രഹിച്ചു, കസ്തൂരിയുടെ ഗന്ധമാക്കി. അപ്പൊ ഇത് പകല നാട്ടുകാർ കാണും, അത് സാരം ഇപ്പൊ റെഡിയാക്കി തരാന്ന. ഉടനെ അവിടെ ഒരു മഞ്ഞങ്ങ് സൃഷ്ടിച്ചു. പറഞ്ഞ സംഗതിയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒരു കന്യകയാണ്. അങ്ങ് ഈ നാടോടിയായിട്ട് നടക്കണം. അങ്ങ് എനിക്കൊരു സന്തതിയെ തന്നെ ചങ്ങയ്ക്ക് പോകാം. പക്ഷേ ഞാൻ നാട്ടുകാരുടെ അടുത്ത്, എൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ത് പറയും? എൻ്റെ കുലത്തിൻ്റെ മഹത്വത്തെ ഇല്ലാതെയാക്കിക്കൊണ്ടൊന്നും എനിക്ക് നേടേണ്ടതില്ല എന്ന്. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. എൻ്റെ കുലത്തിൻ്റെ അല്ലെ കുടുംബത്തിൻ്റെ മഹത്വത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഒരു ബന്ധത്തിലും ഞാൻ തയ്യാറല്ല. തന്നെയുമല്ല, എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടാനും പാടില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒന്നാണ് കന്യകാത്വം എന്നൊക്കെയാണ് പറയുക, അല്ലേ? ആണല്ലേ? അപ്പോ അതൊന്നും പോവാൻ ഒരു പെൺകുട്ടി സമ്മതിക്കില്ല. ആത്മാഭിമാനമുള്ളവളാണെങ്കിൽ, കുടുംബമഹത്വമുള്ളവളാണെങ്കിൽ ഒരിക്കലും തൻ്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ തൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അങ്ങ് പോവും. എൻ്റെ പിതാവുണ്ട് അവിടെ, അദ്ദേഹത്തിനോട് ഞാൻ എന്ത് സമാധാനം പറയും? പറഞ്ഞു, ഹേ സുന്ദരി, നിനക്ക് മത്സ്യഗന്ധം മാറ്റി തന്നു, അതേപോലെ നിന്റെ കന്യകാത്വം നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, നിന്റെ പുത്രൻ ലോകപ്രശസ്തനായി തീരുകയും ചെയ്യും. സാധുസംഗമം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതമമായ ഒന്നായിട്ടൊന്ന് കൽപ്പിച്ചിരുന്നു. അങ്ങനെ പരാശരമണിയുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്തു മത്സ്യഗന്ധി. അപ്പോൾ മത്സ്യഗന്ധി അല്ല, സുഗന്ധിയാണ്. അങ്ങനെ ഉണ്ടായ പുത്രനാണ് വ്യാസൻ. അപ്പൊ ചോദിച്ചു, അല്ല ഈ മത്സ്യം രണ്ടു മനുഷ്യക്കുട്ടികളെ പ്രസവിക്കാൻ ബന്ധരിക്കാനൊക്കെ പറയുന്നതിനകത്തൊരു യോജിപ്പില്ലായ്മയുണ്ട്, എന്താ അത് അങ്ങനെ വരാൻ കാരണം? അപ്പൊ പറഞ്ഞു, അത് അദ്രിക എന്ന് പറയുന്ന ഒരു അപ്സരസ്. ഒരിക്കലൊരു മുനി ജലത്തിൽ നിന്നുകൊണ്ട് തർപ്പണം ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കൈകൾ കൊണ്ട് വെള്ളം ഇങ്ങനെ തെറിപ്പിച്ചു ദേഹത്തെ. മത്സ്യം പിടയ്ക്കുന്നത് പോലെ കിടന്ന് പിടച്ചു. ഇങ്ങനെ വെള്ളം ഈ ഋഷിവര്യൻ്റെ ദേഹത്ത് വീണു. അപ്പൊ അദ്ദേഹം ശപിച്ചതാണ്, നീ മത്സ്യം കിടന്ന് പിടയ്ക്കുന്ന പോലെ പിടച്ചെൻ്റെ ദേഹത്തെല്ലാം വെള്ളമാക്കിക്കൊണ്ട് നീ മത്സ്യമായി പോകട്ടെ. ശാപം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ അപ്സരസിന് ബോധമുണ്ടായത്. വേഗം ചെന്ന് ക്ഷമ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ വാക്കൊന്നും പിൻവലിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാം? ഒരനുഗ്രഹം തരാം. നീ
2 മനുഷ്യക്കുട്ടികൾക്ക് ജന്മം കൊടുത്തു കഴിയുമ്പോൾ നിനക്ക് ശാപമോക്ഷം ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ആണ് ഈ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കുട്ടികൾ വരാനുണ്ടായ കാരണം. അങ്ങനെ സത്യവതിയുടെയും പരാശരന്റെയും പുത്രനായിട്ടുണ്ടായ വ്യാസൻ ആയിരുന്നില്ല പേര്. ദ്വീപിലുണ്ടായതുകൊണ്ട് ദ്വൈപായനെന്നും, നിറം കറുത്തത് കൃഷ്ണവർണ്ണമായതുകൊണ്ട് കൃഷ്ണദ്വൈപായനെന്നും, പിന്നീട് വേദങ്ങളെ വിപുലീകരിച്ചുകൊണ്ട് രസിച്ചതുകൊണ്ട് പിന്നീടുണ്ടായ പേരാണ് വ്യാസൻ, വേദവ്യാസൻ എന്ന് വന്നത്. ഈ സത്യവതിയെ പിന്നീട് ശന്തനു മഹാരാജാവ് വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ശരിയാവുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഇതൊക്കെ സംഭവ്യമായിട്ടുള്ളതാണ് എന്ന്. ഇപ്പം നമുക്കിവിടെ ഒരു സംശയം തോന്നാം, നമ്മുടെ ഋഷിവര്യന്മാരെല്ലാം ഇങ്ങനെ സ്ത്രീകളെ കണ്ട ഉടനെ കാമമുണ്ടാവുന്നവരാണോ? കഥകളിൻ്റെ മണ്ടയ്ക്കൂടെ പോയാൽ അങ്ങനെ തോന്നും. പക്ഷെ ഇവിടെ പരാശരൻ എന്ന് പറയുന്നത് പരനിലേക്ക് ശരണയച്ചവനാണ്. പരൻ എന്ന് പറയുന്നത് ഈശ്വരനാണ്, അല്ലെ ബ്രഹ്മം. ആ ബ്രഹ്മത്തിലേക്ക് ശരണയക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജന്മലക്ഷ്യം എവിടെ എത്തുക എന്നുള്ളതാണ്. ബ്രഹ്മത്തിൽ ലയിക്കുക, അതായത് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരികെ ചെല്ലുക എന്നുള്ളതാണ്. നമ്മളൊക്കെ വന്ന എവിടുന്നാണ്? ഇപ്പൊ നിങ്ങൾ എവിടുന്നാ വന്നേ? വീട്ടിൽ. തിരിച്ചു ചെന്ന് കയറുന്ന എവിടെയാണ്? ആരുടെ വീട്ടില്? അതെന്തിനാ നിങ്ങൾ അവിടെ പോയി കയറുന്നേ? ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയാൽ പോലെ അതിൻ്റെ പറ്റാതെ സമ്മതിക്കില്ല, അല്ലേ? പക്ഷെ നമ്മൾ പല വീടുകളിൽ കയറി ഇറങ്ങി പോകുന്നവരാണ്. എന്താ കാരണം? യഥാർത്ഥ വീട്ടിലേക്ക് ചെന്ന് കയറാൻ നമുക്ക് കഴിയാതെ വരും. പിടികിട്ടില്ല. മനുഷ്യജന്മം കിട്ടിയത് എന്തിനാണ്? എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് ചെന്ന് ചേരാനാണ്. പക്ഷെ നമുക്കെന്ത് പറ്റുന്നു? നമ്മളിവിടെ ഈ കാണുന്ന വിഷയങ്ങളിലെല്ലാം ഇന്ദ്രിയങ്ങളെ വിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം ഞാനാണ് ചെയ്തതെന്ന് വിചാരിച്ച് ഓരോ വിഷയങ്ങളിലും ആസക്തികളുണ്ടായി യഥാർത്ഥ ബോധത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നമ്മൾ വിട്ട് പോകുന്നത് കൊണ്ട് എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അതിന് കാരണം മായയാണെന്ന് പറയാറുണ്ട്. മായ എപ്പോഴാണോ നമ്മളോടൊപ്പം കൂടുന്നത് അപ്പോൾ മുതൽ നമ്മുടെ യാത്ര തിരിഞ്ഞു പോകുന്ന നല്ല നേരെയുള്ള വഴിക്കൂടെ അല്ല നമ്മൾ അപ്പോൾ പിന്നെ യാത്ര ചെയ്യുക. അതുകൊണ്ട് എവിടെ എത്തുന്നില്ല, നമുക്ക് എത്തേണ്ടടുത്ത് എത്താനായിട്ട് സാധ്യമാവില്ല. അപ്പോൾ ആ മനുഷ്യജന്മം കൊണ്ട് ഈശ്വരനിലേക്ക് ശരണമായിട്ടെന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടവളാണ് പരാശരൻ. പക്ഷേ ഇവിടെ എന്ത് പറ്റി? ഒരു സെക്കൻഡ് മായ ബാധിച്ചത് കൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുത്രനെ നൽകാൻ, അല്ലെങ്കിൽ ആ സത്യവതി, പിന്നീട് മത്സ്യഗന്ധി മാറി സത്യവതി എന്നൊരു പേര് വരുന്നുണ്ട്. സത്യവതിയുമായി, സത്യത്തെ പ്രാപിച്ചവളുമായി, അതായത് ബുദ്ധിയാണ്, സത്വബുദ്ധിയാണ്. പിടികിട്ടുന്നുണ്ടോ? അതൊരു ഓർമ്മ. ചൂട് കൂടുതലായിരിക്കും, അറിയാം, ഉറക്കമൊക്കെ വരും. പിന്നെ ഉറങ്ങുന്നവരെ ഞാൻ ശല്യം ചെയ്യാറില്ല. എൻ്റെ ഈ ശബ്ദമൊക്കെ കേട്ട്, ഈ പറവറന്നുള്ള ശബ്ദമൊക്കെ കേട്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം വീട്ടിൽ കിടന്നുറങ്ങിയവർ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ ഞെട്ടി ഉണരുന്ന ആൾക്കാരാണ് ഇത്രയും വലിയ ശബ്ദം കേട്ടിട്ടും കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമാധാനം ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യാത്തവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മുടെ യജ്ഞശാലയിൽ വന്നാൽ സുഖമായിട്ട് ഉറങ്ങാം, ആരും ശല്യം ചെയ്യില്ല കേട്ടോ. അതിന് സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കണ്ട. ഇവിടെ വന്ന് ചോറ് ഒന്ന് കഴിഞ്ഞിട്ട് ഇരിക്കുക. ഫാനിൻ്റെ കീഴോട്ട് തന്നെ ഇരുന്നോ. പിന്നെ എന്താ വേണം? പതുക്കെ അവിടെ നാട്ടുള്ളതാണ് അല്ലേ?
തമാശ പറഞ്ഞല്ല. ഭഗവതിയുടെ തന്നെ ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമൊന്നും എവിടെ കിട്ടില്ല, എവിടെ കിട്ടില്ല, വീട്ടിൽ കിട്ടില്ല അല്ലേ? അതുകൊണ്ട് എത്രമാത്രം എവിടെ അതാ ഞാൻ പറഞ്ഞു, എൻ്റെയൊക്കെ ശബ്ദമൊക്കെ ഇത്രയും ബോക്സിനകത്തൂടെ കേട്ടിട്ടും ഇരുന്ന് ഉറങ്ങണമെങ്കിൽ അത്രമാത്രം സുഖം സ്വസ്ഥത എവിടെ കിട്ടുന്നുണ്ട്? ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ആരാ അവിടെ ദാസരം വായിക്കുന്നേ? ശൈലികാരനെ വിളിക്കണോ ഞാൻ? ഇതുപോലൊക്കെ എണ്ണം കിട്ടേണ്ട ഒക്കട്ടം പോയല്ലേ ഇല്ലേ? അതുകൊണ്ട് അങ്ങനെ പോലും ഒച്ച കേട്ടാൽ ഉടനെ നമ്മൾ ഞെട്ടി ഉടരും. പക്ഷെ ഇവിടെ വന്നിരുന്ന് എത്ര ഒച്ച കേട്ടാൽ നമുക്ക് എന്ത് തോന്നില്ല, നമ്മൾ ഉണരുന്നില്ല. അത്രമാത്രം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതാണ് യജ്ഞശാലയ്ക്കുള്ള ഗുണം. അപ്പോ അതുകൊണ്ട് ആ പരമമായിരിക്കുന്ന സത്യബുദ്ധി അല്ലെങ്കിൽ സത്വബുദ്ധി ലക്ഷ്യമാകുന്ന ഈശ്വരനിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് വ്യാസം. വ്യാസം എന്ന് പറഞ്ഞാൽ ആരാ? ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അപ്പൊ സത്വബുദ്ധിയായ ഈശ്വരനുമായി ചേരുമ്പോ അങ്ങനെ ചേരുന്ന ജീവന് കിട്ടുന്നതാണ് ജ്ഞാനം. അല്ലാതെ ഇവിടെ മുനി കയറി സ്ത്രീയെ പിടിച്ചൊന്നൊന്നുമല്ല. നമ്മൾ ആ തരത്തിൽ ചിന്തിച്ചു പോയാൽ അത് വലിയ അബദ്ധമായിട്ട് പോകും. എങ്ങനെയുള്ള ആളെ കിട്ടിയ? ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളിനെ കിട്ടിയ അല്ലേ? ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അപ്പം ആ ജ്ഞാനം അത്രമാത്രം ഉയർന്നതായ ജ്ഞാനമാണ് അവിടെ കിട്ടുക. അപ്പൊ എന്ത് വേണം? പരനുമായിട്ട് ബന്ധമുണ്ടാവണം. പരനെന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ട് ബന്ധമുണ്ടാവണം. അതിനെങ്ങനെ ബുദ്ധിയായിരിക്കണം? സത്വബുദ്ധിയായിരിക്കണം. നമ്മുടെയൊക്കെ ബുദ്ധി എങ്ങനെയുള്ള ബുദ്ധിയാണ്? നമ്മുടെ ബുദ്ധി എങ്ങനത്തെ ബുദ്ധിയാണ്? ബുദ്ധിയാണ്. അതുകൊണ്ടാണ് നമുക്ക് എവിടോട്ട് പോകാൻ വയ്യാത്തത്. പരനിലേക്ക് ചെല്ലാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പൊ ബുദ്ധി മാറ്റി സുബുദ്ധിയാക്കുക. അക്ഷരം ഒന്ന് മാറ്റിയാൽ മതി. അപ്പൊ നമുക്ക് എവിടേക്ക് ചെല്ലാൻ പറ്റും? വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിനെ ആശ്രയിക്കേണ്ട ആളാരാന്നറിയാമോ? പരമപ്രധാനമായിട്ട് അതിനുള്ള വഴി കാട്ടി തരുന്നവളാണ് ഭദ്രകാളി. നമ്മൾ വന്ന വഴി കാട്ടി തരുന്നവളാണ് ആര്? ഭദ്രകാളി. അതുകൊണ്ട് ഭദ്രകാളിയെ ആശ്രയിച്ചാൽ വീട് വിട്ടുപോകാതെ നമുക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റും. അങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടാണ് പരീക്ഷിത മഹാരാജാവിൻ്റെ മരണം പറയണത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ്? തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടയാവട്ടെന്നൊരു ശാപം കൊടുത്തു അല്ലേ? ഭാഗവത്തിൽ കേട്ടിട്ടില്ലേ കഥ? എന്താ? അപ്പോ തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടയായെന്ന് ശാപം കിട്ടി. ഇതറിഞ്ഞ തക്ഷകൻ പരീക്ഷിത മഹാരാജാവിൻ്റെ അരികിലേക്ക് പോകണം. എന്തിനാ? തക്ഷകനെ ഇല്ലാതെയാക്കി. അല്ല, പരീക്ഷത്തിനെ ഇല്ലാതെയാക്കി. അപ്പോ കശ്യപർഷിയും അതിന് തടയിടാനായിട്ട് ഇറങ്ങി. കാരണം പ്രജകൾക്ക് വേണ്ടുന്നവണ്ണം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന പ്രജാതൽപരനായിരിക്കുന്ന ഒരു രാജാവ്, ഒരു ചക്രവർത്തി ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാകുക എന്ന് പറയുന്നത് സങ്കടമുള്ള കാര്യമാണ്. പ്രജാതൽപരന്മാരായപ്പോൾ തൊലയട്ടെന്ന് പറയാം. പക്ഷേ പ്രജകൾക്ക് താല്പര്യമുള്ള പ്രജകളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ പ്രജകൾക്ക് വേണ്ടതായ സംരക്ഷണം കൊടുത്തുകൊണ്ട് പ്രജാതൽപരനായിരിക്കുന്ന ഒരു ഭരണാധികാരി ഒരു രാജ്യത്തിന് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സഹിക്കുക. അങ്ങനെയുള്ള ആളായിരുന്നു പരീക്ഷിത മഹാരാജാവ്. തന്നെയല്ല പാണ്ഡവകുലത്തിൽപ്പെട്ട ആളുകൊണ്ട് ആളുകളുടെ ധർമ്മത്തെ പരിപാലിച്ചിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടയായാൽ ജീവിപ്പിക്കാനായിട്ടാണ് കശ്യപൻ പറഞ്ഞത്. രണ്ടുപേരും കൂടെ വഴി വെച്ച് വന്നുകൂട്ടി. ആരല്ല? തക്ഷകനും കശ്യപനും കൂടി. തക്ഷകന് മനസ്സിലായി കശ്യപനാണെന്നറിയാം. ചോദിച്ച്
പോണതാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പരീക്ഷിത് മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോവാം. എന്തിനാ? തക്ഷകൻ കടിച്ച് പരീക്ഷിത് മരിച്ചാൽ പരീക്ഷത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോണതാണ്. ഏറ്റവും വലിയ വിഷമുള്ള ആളാണ് ആര്? തക്ഷകൻ. കാറ്റ് ഏറ്റാൽ പോലും നിൽക്കുന്ന സാധനം ചാരമാവുന്ന വിധത്തിലുള്ള വിഷമുള്ളതാണ്. അപ്പൊ തക്ഷകൻ ചോദിച്ചു, എന്റെ വിഷത്തിൽ നിന്നും പരീക്ഷത്തിനെ രക്ഷിക്കാനുള്ള കരുത്ത് അങ്ങേക്കുണ്ടോ? അപ്പൊ കശ്യപൻ ചോദിച്ചു, എന്നെ അതിജീവിക്കാനുള്ള കരുത്ത് തക്ഷകനുണ്ടോ? രണ്ടുപേർക്കൊരു സംശയം, രണ്ടുപേർക്ക് കരുത്തുണ്ടോന്ന്. തക്ഷകൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇവിടെ വെച്ച് പരിഹരിച്ചു. ദാ ഈ നിൽക്കുന്ന ആൽമരം ഞാൻ എന്നെ ദഹിപ്പിക്കാൻ പോവാ, പറ്റുമെങ്കിൽ അത് അങ്ങൊന്ന് ജീവിപ്പിച്ച് കാണിക്കുന്നു. തക്ഷകൻ ഭൂമൊന്ന് ഊതിയപ്പോഴത്തേക്ക് ആൽമരം എന്ത് ചെയ്തു? ഭസ്മമായി പോയി. എന്നിട്ട് തക്ഷകൻ ആരെ നോക്കി? കശ്യപനെ ഒരു നോട്ടം നോക്കിയൊന്ന് കാണട്ടെ. തക്ഷകൻ കഴിക്കുന്ന കമണ്ടലിൽ നിന്ന് വെള്ളം നടിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് ചാരെല്ലാം കൂടെ എന്തായി? പഴയ പോലെ ആലവൃക്ഷമായി. തക്ഷകന് മനസ്സിലായി കശ്യപന്റെ അടുത്തൊരു പണി നടക്കില്ല. പിന്നെ രമ്യതയിലെത്താനായി ശ്രമം. വേണ്ടതായിരിക്കുന്ന പ്രലോഭനങ്ങൾ കൊടുത്തു, ആവശ്യത്തിലധികം ധനം കൊടുത്തു എന്നാണ് പറയുന്നത്. തക്ഷകൻ കൊടുക്കുന്ന ധനമൊന്നും സ്വീകരിക്കാൻ ആദ്യം കശ്യപൻ തയ്യാറായില്ല. കാരണം പരീക്ഷിത മഹാരാജാവിനെ തക്ഷകനിൽ നിന്ന് രക്ഷിച്ചാൽ കിട്ടാൻ പോകുന്ന പാരിതോഷികങ്ങൾ കൂടാതെ പ്രസിദ്ധിയും വളരെ വലുതാണ്. പക്ഷേ കാലഗണന കൊണ്ട് കശ്യപന് മനസ്സിലായി പരീക്ഷത്തിന് ഇനി ആയുസ് ഇല്ല. അതുകൊണ്ട് തക്ഷകൻ കൊടുത്ത പ്രതിഫലമൊക്കെ വാങ്ങി അവിടെ നിന്നും തിരിച്ചുപോയി. അങ്ങനെ തക്ഷകൻ എന്ത് ചെയ്തു? തൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവിടെ ചെന്ന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ പരീക്ഷത്തിന്റെ അരികിലും എത്തണം. അതിലൊരു ചെറു കൃമിയായിട്ട് ഒരു മാമ്പഴത്തിനുള്ളിൽ കയറിയിരുന്നതാണ്. അങ്ങനെ ആ മാമ്പഴം എവിടെ കിട്ടി? പരീക്ഷത്തിന്റെ കൈകളിലെത്തി. പരീക്ഷിച്ച് അതിങ്ങനെ പൂഴിയെ പതിനൊരു പുഴുവിരിക്കണം. അപ്പൊ എപ്പോൾ കഴിയും? ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് കടിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കടിച്ചെങ്കിലേ പറ്റുള്ളൂ. ആ സൂര്യൻ അസ്തമിക്കാറായപ്പോൾ പരീക്ഷ പറഞ്ഞാ ഈ പുഴു ഇനിയിപ്പോൾ എന്നെ എന്നാ ചെയ്യാനാ എന്ന് ചോദിച്ചിട്ട് തുറക്കൊന്നുമില്ല. എന്ത് ചെയ്തു? നിമിഷ നേരം കൊണ്ട് ഇത് തക്ഷകനായിട്ട് മാറി പരീക്ഷത്തിനെ ദംശിച്ചു. അങ്ങനെ പരീക്ഷിച്ച് മരണപ്പെട്ടു. ഇത് എല്ലാവർക്കും വളരെ സങ്കടമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹത്തിന്റെ പുത്രനായിരിക്കുന്ന ജനമേജയൻ തന്റെ പിതാവിന്റെ മരണത്തിന് കാരണക്കാരനായിരിക്കുന്ന തക്ഷകന്റെ വംശത്തിലുള്ള ഈ സർവത്തിനെ ഹരിച്ചേ അടങ്ങൂ എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു സർപ്പസത്രം നടത്തിയതാണ്. ആ സർപ്പസത്രത്തില് സർവവിധമായ സർപ്പങ്ങളെയും ആവാഹിച്ച് ഹോമകുണ്ടത്തിലേക്ക് ആഹൂതി ചെയ്തു. അവസാനം തക്ഷകനെ മാത്രം കിട്ടാതെ വന്നു. കാരണം അന്വേഷിച്ചപ്പോൾ തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ദ്രന്റെ കസാരയിൽ ഞാൻ ചുറ്റിപ്പെട്ട് കിടക്കും. ഇതറിഞ്ഞ ജനമേജയൻ പറഞ്ഞു, ഇന്ദ്രനെ കൂടി ആവാഹിച്ചോളാം. അങ്ങനെ ഇന്ദ്രനെ കൂടി ആവാഹിക്കുന്ന അവസരത്തില് ഋഷിവര്യന്മാരുടെ നിർദ്ദേശാനുസരണം ആ സർപ്പസത്രം നിർത്തിവെച്ചു. ആ സർപ്പസത്രത്തിന്റെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ അമ്പായജ്ഞം ജനമേജയന് നടത്തുന്നത്. 9 ദിവസം കൊണ്ട് ദേവീ ഭാഗവതത്തെ ശ്രമിച്ചുകൊണ്ട് പൂജാവിധികളോടുകൂടി അദ്ദേഹം നടത്തുകയാണ്. അപ്പൊ ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ നാഗങ്ങളൊക്കെ അല്ലെങ്കിൽ സർപ്പങ്ങളൊക്കെ ഈ ഹോമകുണ്ടത്തിൽ വീഴാനുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ നാഗങ്ങൾക്കൊരു ശാപം കിട്ടിയത്. എന്താണ്? സ്വന്തം അമ്മ ശപിച്ചതാണ്.
അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാത്ത മക്കളെയൊക്കെ അമ്മ ശപിച്ചു. അമ്മമാരുടെ ശാപത്തിന് അപാരമായ പ്രഹരശക്തി ഉണ്ടാകുന്ന പറയാം. അതുകൊണ്ട് മക്കളെയൊക്കെ വല്ലതും പറയുമ്പോൾ അമ്മമാർ വളരെ സൂക്ഷിച്ച് പറയാവോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിനോടായാലും മക്കളോടായാലും ഒക്കെ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് അമ്മമാർ പറയും. അച്ഛന്മാർക്ക് എന്താ വേണേലും പറയാം, ഒന്നും പിടിക്കുന്നില്ല. പക്ഷെ അമ്മമാർ അങ്ങനെയല്ല, വളരെ ശ്രദ്ധാലുക്കളായിട്ട് വേണം ഓരോ വാക്കുകളും പുറത്തേക്ക് വിടാൻ. മനസ്സിലായോ? അതങ്ങനെ ശാപം കിട്ടിയവരാണ് ഇവര്. ഈ എന്താ ശാപം കിട്ടാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈ കശ്യപന്റെ ഭാര്യമാരാണ് വിനതയും കദ്രു, രണ്ടുപേരും. വിനതയുടെ പുത്രനാണ് ഗരുഡൻ, കദ്രുവിന്റെ പുത്രന്മാരാണ് നാഗങ്ങൾ. അപ്പൊ ഒരിക്കല് ഈ കദ്രുവും വിനതയും കൂടി ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. എന്താ? സൂര്യന്റെ രഥത്തിലെ കുതിരയ്ക്ക് ഒരു പുള്ളിയുണ്ട്, തീർത്തും വെള്ളയല്ല, അതിന്റെ പുറത്തൊരു കറുത്ത കളറുണ്ടെന്ന് കദ്രു പറഞ്ഞു. വിനത പറഞ്ഞു അങ്ങനെ ഇല്ല. രണ്ടുപേരും കൂടെ തർക്കം. അവസാനം എന്താ വാദം വെച്ചിരിക്കണത്? ആരാണോ ജയിക്കണത് ആ ആളിൻ്റെ അടിമയായി തീരും അടുത്ത ആളെന്ന്. അങ്ങനെ വാദം വെച്ചു. കദ്രു എന്ത് ചെയ്തു? തൻ്റെ മക്കളോട് പറഞ്ഞു, പോയി വിനത സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യൻ്റെ തേരിലുള്ള കുതിരയുടെ പുറത്തു പോയി ഇങ്ങനെ കിടക്കണം. ദൂരെ നോക്കുമ്പോൾ ഒരു പുള്ളി പോലെ കാണും. അങ്ങനെ ആ നാഗകൾ പോയി കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ കദ്രുവിനോട് വിയോജിപ്പ് കാട്ടിയ കുറേ മക്കളുണ്ട്. അവരെയാണ് ശപിച്ചത്, നിങ്ങൾ അഗ്നിയിൽപ്പെട്ട് ജീവൻ ഒടുങ്ങാനിടയാവട്ടെ. അവസാനം എന്ത് പറ്റി? ഈ വിനത പരാജയപ്പെട്ടു. അധർമ്മത്തിൽ കൂടി കദ്രു ജയിച്ചു. അങ്ങനെ വിനത അടിമയായി തീർന്നു. ആ വിനതയെ ഗരുഡനാണ് പിന്നീട് ആ ശാപത്തിൽ നിന്നൊക്കെ രക്ഷിക്കണത്. അങ്ങനെ ആ നാഗങ്ങളാണ് ഈ സർപ്പസത്രത്തിൽ വന്ന് വീണുപോയത്. സത്യത്തിൽ മോക്ഷം പരീക്ഷയ്ക്ക് കിട്ടണത് ഇതും പ്രകാരം പറയുമ്പോൾ ഈ ദേവീ ഭാഗവതം 9 ദിവസം കൊണ്ട് പാരായണം ചെയ്തതിന് ശേഷമാണ്. അതായത് 9 ദിവസം നവാഹയജ്ഞ രൂപേണ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പരീക്ഷിത മഹാരാജാവിൻ്റെ ജീവന് മുക്തി ഉണ്ടായത്. ദേവീ ഭാഗവതത്തിൽ കൂടി പറയും. എന്നാൽ ഭാഗവതം പറയണത് പരീക്ഷിത മഹാരാജാവ് 7 ദിവസം ഭാഗവതം കേട്ടപ്പോൾ തന്നെ മുക്തനായി എന്നതാണ്. അപ്പൊ ഈ മോക്ഷം എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മോക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നേടിയെടുക്കേണ്ടതാണ് മോക്ഷം. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ആവാഹനമൊക്കെ ചെയ്ത് ഇല്ലേ ഒരാൾരൂപത്തിലേക്കൊക്കെ ആക്കി അതെടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത് നമ്മളെന്താ പറയും, അപ്പൂപ്പനെ അവിടെ ഇരുത്തി. ഇപ്പം എന്തോ കിട്ടിയെന്ന് മോക്ഷം കിട്ടും. ചുമ്മാതാണ്, ഒരു മോക്ഷം കിട്ടാൻ പറഞ്ഞു. ആ ഒരു ചൈതന്യത്തെ ദേവചൈതന്യവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ അവിടെ മോക്ഷം ഉണ്ടാവില്ല. മോക്ഷമുണ്ടായ എന്താ ഗുണം? വീണ്ടും ജന്മമില്ല. കാരണം കർമ്മഫലങ്ങൾ ബാക്കി കിടക്കുമ്പോൾ മാത്രമേ ആ കർമ്മഫലങ്ങളെ അനുഭവിക്കാനായിട്ട് ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നുള്ളൂ. മോക്ഷം എന്ന് പറഞ്ഞാൽ സർവവിധമായ മോഹത്തിൽ നിന്നുള്ള ക്ഷയമാണ്. അതിനെന്ത് വേണം? ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങി, മനസ്സ് മടങ്ങി, ബുദ്ധി മടങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ മോക്ഷം. യാതൊരു വിധമായ മോഹങ്ങളും ഇല്ലാത്ത അവസ്ഥ. നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾ അടങ്ങിയിട്ടില്ല. 99ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അന്നേരവും കല്യാണം കഴിക്കണം പറഞ്ഞ പാർട്ടിക്കാണ് നമ്മളിവിടെ എന്തോ കൊടുത്തെന്ന് പറയണത്.
നടക്കുമോ? ഇല്ല. അപ്പൊ ജീവിച്ചിരിക്കെ തന്നെ ഇന്ദ്രിയങ്ങൾ അടങ്ങി, മനസ്സും അടങ്ങി, ബുദ്ധിയും അടങ്ങി കഴിയുമ്പോൾ മാത്രമേ മോക്ഷം ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, ഏതൊരു കർമ്മം ചെയ്താലും അത് ഞാനാണ് ചെയ്തതെന്ന് തോന്നില്ല. അല്ലെ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ, കർമ്മഫലം അനുഭവിക്കേണ്ടി വരില്ല. ആ കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ പിന്നീട് ജന്മങ്ങൾ എടുക്കേണ്ടി വരില്ല. ഇതാണ് യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ പറയുവാണ്, എന്താ, അച്ഛനെ അവിടെ അല്ലെങ്കിൽ അപ്പൂപ്പനെ അവിടെ കൊണ്ടിരുത്തി അപ്പൂപ്പനെ മോക്ഷം കിട്ടി എന്നൊക്കെ നമ്മളങ്ങ് തൃപ്തിക്ക് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എല്ലാവർക്കും വിഷയമില്ലാത്ത ചേട്ടണം നോക്കിയപ്പോൾ വിളമ്പാറായെന്നുള്ള സ്റ്റേഷനാണ്. അതിനാ ആരാ വിളമ്പാനുള്ളവരെയാണ് വിളിക്കുന്നത്? ആരാ ഇന്നത്തെ ഉന്നതാനക്കാരാണ്? ചെന്നാൽ അപ്പം അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് മരണശേഷം കിട്ടണതല്ല, ജീവിച്ചിരിക്കപ്പോൾ തന്നെ നേടിയെടുക്കേണ്ടതാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ ഇവിടെ പരീക്ഷിത മഹാരാജാവൻ മുക്തനായിരുന്നു. കാരണം എന്താ, ഈ ഭാഗവതത്തെ കേട്ട് കഴിഞ്ഞപ്പോൾ താൻ ഈ ശരീരമല്ലാന്നും താൻ ആത്മസ്വരൂപിയാണെന്നും അതുകൊണ്ട് ഈ ശരീരം ദഹിച്ചാലൊന്നും തനിക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോണില്ല എന്നും തിരിച്ചറിവുണ്ടായി. നമുക്കും ഉണ്ടാവേണ്ട ഒരു അറിവാണ്. എന്താണ്, ഞാൻ ഈ ശരീരം അല്ല എന്ന ബോധം ഉണ്ടാവും. കൊണ്ടുപോയി ഗഡിയുടെ പിടിച്ച് പൊക്കി പിടിച്ച് കളയരുത്. അങ്ങോട്ട് കയറി അവിടെ വെച്ചു, അവിടെ വെച്ചു. അപ്പോ ശരീരം ഞാൻ അല്ലെന്നുള്ള ബോധതലത്തിലേക്ക് എത്തലാണ് പരമമായ ലക്ഷ്യം. ഞാൻ യഥാർത്ഥത്തിൽ ആത്മസ്വരൂപിയാണ് എന്ന ബോധമാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമുക്കതൊന്നും ഇതുവരെ എന്തുണ്ടായിട്ടില്ല, ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും 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 ഇവിടെ വന്ന് ഇങ്ങനെ ജനിച്ച് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു പോകേണ്ടതായിട്ട് വരുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു, സുഖത്തേക്കാൾ കൂടുതൽ നമ്മൾ എന്താ അനുഭവിച്ചിരിക്കുന്നത്? ദുഃഖം. എന്താ കാരണം? നമ്മളിതിലെല്ലാം ഇങ്ങനെ ആസക്തരായിട്ട് പോകുന്ന, എല്ലാം എൻ്റേതാണ് എൻ്റേതാണ് എനിക്കുള്ളതാണ് എനിക്കുള്ളതാണെന്നുള്ള ബോധമാണ് നമുക്ക് ദുഃഖത്തെ മാത്രം നൽകുന്നത്. ആ ബോധത്തിൽ നിന്നും മുക്തമാകുക. ഇതൊന്നും എൻ്റേതല്ല. വ്യാപാരികമായിട്ടല്ലേ വേണമെങ്കിൽ എൻ്റേതെന്ന് പറയാമെങ്കിലും ആ എൻ്റേത് എന്നുള്ളൊരു മമത്വം ഉണ്ടാവാൻ പാടില്ല. പറയും ഒന്നിനോട് ഒട്ടലുണ്ടാവരുത്. നമ്മൾക്കത് ഒട്ടലല്ല, ചക്കയാരൊക്കെ പറ്റി ഈച്ച പോലെ നമ്മൾ ഇല്ലേ, പറ്റി പിടിച്ചിട്ട് നമുക്ക് അവിടുന്ന് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. എല്ലാത്തിനോടും നമുക്ക് എന്തുണ്ടായി? ഒട്ടലുണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ വയ്യാതെ വരുന്നത്. അപ്പം അത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് എന്ത് വേണം? ഈ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകളെയൊക്കെ വിട്ടിട്ട് പരമമായിരിക്കുന്ന സത്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കണം. കൃത്യസമയം. അപ്പം അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ. രാജീവേ, നാളെ യജ്ഞത്തിൻ്റെ എത്ര ദിവസമായി?